നമുക്ക് കൊച്ചിയിലേക്കൊന്ന് പോകാം. ഈ മെട്രോ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിക്ക് എന്താണ് സംഭവിച്ചത് അതുകൂടി നോക്കണമല്ലോ. നമുക്കൊപ്പം അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. മെട്രോയുടെ പ്രയോജനം എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് കൊച്ചിക്കാരോട് ചോദിക്കണം. അനന്തപുരിയിലേക്ക് മെട്രോ വരുമ്പോൾ കൊച്ചിക്കാരൻ എന്ന നിലയിൽ, കൊച്ചിയിൽ വന്ന ഈ മെട്രോയിൽ സഞ്ചരിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ, കൊച്ചിക്കാരനല്ല മട്ടന്നൂരുകാരനാണ് അർജുൻ, പക്ഷേ കൊച്ചി മെട്രോയുടെ ഒരു ലാഭം അത് എത്രത്തോളമാണ് യാത്രക്കാർക്ക് അവരുടെ സമയം ലാഭിക്കുന്നതിന് ഉപകാരപ്പെടുന്നതെന്ന് ഇതിനകം തന്നെ കണ്ടു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? സുജയ, ഗുഡ് ഈവനിങ്. ഒരു കാലത്ത് കൊച്ചിയിൽ ഏറ്റവും കുപ്രസിദ്ധി ഉണ്ടായിരുന്നത് കൊച്ചിയിലെ ഗതാഗത കുരുക്കായിരുന്നു. അത്രമേൽ വലിയ കുരുക്കായിരുന്നു ഒരു കാലത്ത് അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് 8 വർഷത്തിലേറെയായി കൊച്ചിക്കാർ വലിയ ആശ്വാസമാണ് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമായതോടുകൂടി ഈ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലൂടെയൊക്കെ തന്നെ എളുപ്പത്തിൽ പോകാനും വരാനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ രാവിലെയും വൈകിട്ടുമൊക്കെ തന്നെ ഈ ഏറെ നേരം ബസ്സിലും മറ്റ് ഇരുചക്ര വാഹനങ്ങളിലും ഗതാഗത കുരുക്കിൽ പെട്ട് കിടക്കാതെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ മാറ്റമാണ് കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമായതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് 2017 ഇത് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമായത്. അതിനുശേഷം അതിൻ്റെ ഘട്ടം ഘട്ടമായി വികസിക്കുകയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തറ മുതൽ ആലുവ വരെയാണ് ഇപ്പോൾ കൊച്ചി മെട്രോ ഉള്ളത്. ഇപ്പോൾ പാലാരിവട്ടം കാക്കനാട് റൂട്ടിൽ, ഇൻഫോ പാർക്ക് റൂട്ടിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആലുവ അങ്കമാലി റൂട്ടിലേക്കും കൊച്ചി മെട്രോ എത്തും. വിമാനത്താവളത്തിലേക്ക് അടക്കം മെട്രോയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രതിദിനം 1 ലക്ഷത്തിലധികം യാത്രക്കാരാണ് കൊച്ചി മെട്രോയെ ആശ്രയിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിരവധി യാത്രക്കാരുണ്ട്, ഈ ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഈ കൊച്ചി മെട്രോയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണോ? സ്ഥിരമായിട്ടില്ല, എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട്. ഈ മെട്രോ വരുന്നതിന് മുമ്പ് ഇവിടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം എന്തായാലും നല്ലതായി, എല്ലാം കൊണ്ടും നല്ലതാണ്, എളുപ്പമായി. അത് തന്നെയാണ് യാത്രക്കാരൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെയാണ്. നമുക്ക് യാത്രക്കാരൊക്കെ തന്നെ ചോദിക്കുകയും ചെയ്യാം. ഞാനും ഒരു യാത്രക്കാരിയായിരുന്നു, ഒരു വർണ്ണപ്പെട്ടമായിരുന്നു അർജുൻ. അന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിലൂടെ എല്ലാം ഭയങ്കര എളുപ്പമാണ്. എനിക്ക് കടവന്ത്ര വരെ പോകാൻ ആവശ്യം കളമശ്ശേരി വരണ്ട്. അതിപ്പോൾ നോർമൽ ട്രാഫിക് കൂടെ വരികയാണെങ്കിൽ സമയത്തിന് എത്തൂല, എളുപ്പത്തിലും എത്തൂല. മെട്രോ വന്ന കാരണം എന്തായാലും മാറ്റങ്ങളുണ്ട്. അത് തന്നെയാണ് സുജിയ. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇപ്പോൾ ഈ കൊച്ചിയിലെ പല സ്ഥലങ്ങളിലെയും മേൽവിലാസം പോലും കൊച്ചി മെട്രോ പില്ലർ നമ്പർ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. പലപ്പോഴും നമ്മൾ ചില കടകളൊക്കെ തന്നെ വിളിച്ചു ചോദിച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് സ്ഥലം പറയും, അതിനുശേഷം പില്ലർ നമ്പറാണ് പറയുക. അത്തരത്തിൽ ജനതയുടെ ആകെ ജീവിതം തന്നെ മാറ്റി. സുജിയ, അല്പസമയത്തിനകം എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2 മിനിറ്റ് കൊണ്ട് തന്നെ ട്രെയിൻ എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യാത്രക്കാരൊക്കെ തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ചേട്ടാ, നേരത്തെ ഈ കൊച്ചി മെട്രോ വരുന്നതിന് മുമ്പ് ഇവിടെ ഇതുവഴി യാത്ര ചെയ്ത ആളായിരിക്കുമല്ലോ അല്ലേ? മെട്രോ വലിയ മാറ്റം ഉണ്ടാക്കിയോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാക്കി. മുമ്പ് ഭയങ്കര ബ്ലോക്കായിരുന്നു, ഇപ്പോൾ എത്തിപ്പെടാൻ വലിയ പാടാണ്, എളുപ്പമാണ്. പറഞ്ഞ പോലെ ഒരു സ്കൂട്ടറോ ബൈക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിളാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്, വലിയ സൗകര്യമാണ്. എങ്ങനെയാണ്? സ്ഥിരം യാത്ര ചെയ്യാറുണ്ട്, മെട്രോയാണ് കൂടുതലും. സ്വന്തം വാഹനം എടുക്കാതെ തന്നെ എങ്ങോട്ട് വേണേൽ പോവാം? അതെ, ഇവിടെ ലോക്കൽ മാത്രമേ വേറെ ഉദ്ദേശമുള്ളൂ പോകാനായിട്ട്. അത് തന്നെയാണ്. നമുക്ക് വൈകുന്നേരങ്ങളായി ആയിക്കഴിഞ്ഞാൽ വലിയ തിരക്ക് ഇവിടെ പ്രത്യേകിച്ച് കാണാൻ കഴിയാറുണ്ട്. പ്രത്യേകിച്ച് യാത്രക്കാർ, ഈ വിദ്യാർത്ഥികൾ. ഇനിയിപ്പോൾ ഇൻഫോ പാർക്കിലേക്ക് കൂടി കൊച്ചി മെട്രോ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഇൻഫോ പാർക്കിലെ മുഴുവൻ ജീവനക്കാർക്കും അത്തരത്തിൽ എളുപ്പത്തിൽ നഗരത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചേട്ടാ, ഇങ്ങനെ കൊച്ചി മെട്രോ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണോ? അല്ല, ഞങ്ങൾ കോട്ടയംകാരാണ്. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് വന്നാണോ അതോ മെട്രോ കയറാൻ വേണ്ടി വന്നോ? മെട്രോ കയറാൻ വന്നതല്ല, വേറൊരു ആവശ്യത്തിന് വന്നതാണ്. കൊച്ചിയിൽ വരുമ്പോഴൊക്കെ മെട്രോ ഉപയോഗിക്കാറുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇങ്ങോട്ട് ടൗണിലേക്ക് വരാനായിട്ട് സൗകര്യം ഇതാണല്ലോ. അത്തരത്തിലാണ്. പ്രത്യേകിച്ച് ഈ തൃപ്പൂണിത്തുറ, ഈ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിനുകളിൽ വരുന്ന യാത്രക്കാരിൽ പലരും നമുക്ക് അടുത്ത മെട്രോ എത്തിക്കഴിഞ്ഞു. ഇത്തരത്തിൽ ഏതാണ്ട് 7 മിനിറ്റ് 8 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഓരോ മെട്രോയും ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അധിക നേരം ഇവിടെ കാത്തു നിൽക്കാതെ ഏതൊരു സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാലും ഉടൻ തന്നെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി എളുപ്പത്തിൽ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ ആലുവക്കപ്പുറത്തേക്ക് കൂടി, അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കൊക്കെ തന്നെ മെട്രോ വികസിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയെ സംബന്ധിച്ച് വലിയ മാറ്റമായിരിക്കും ഉണ്ടാവുക. സുജിയ, ഒരു കാര്യം കൂടി, കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 3.5 കോടിയിലേറെ യാത്രക്കാരാണ് കൊച്ചി മെട്രോയിൽ സഞ്ചരിച്ചത്. അതായത് 22 സുജയ്, ഇപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാനുള്ളൊരു അനുമതി നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കൊച്ചി മെട്രോയിൽ ഈ സഞ്ചരിച്ചുകൊണ്ട് തന്നെ
ഇതിന്റെ ഒരു കാഴ്ചകളൊക്കെ തന്നെ പ്രേക്ഷകരെ കാണിക്കാമായിരുന്നു. എന്തായാലും കൊച്ചി മെട്രോ അത് കൊച്ചിയുടെ യാത്രാ ദുരിതം അകറ്റി എന്നുള്ളതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകില്ല. അപ്പോൾ കൊച്ചി മെട്രോ പോലെ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു അനന്തപുരി മെട്രോ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയും. അതാണ് അതിന്റെ ഒരു പ്രയോജനം. കാരണം ഇന്ന് എല്ലാവർക്കും ഒരു വീട്ടിൽ 2-3 കാറൊക്കെയുള്ള കാലത്തിലേക്ക് വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്രയധികം വാഹനങ്ങളും എടുത്ത് ഒരാൾ മാത്രം സഞ്ചരിക്കാനായിട്ട് ഒരു വാഹനം എന്ന രീതിയിലൊക്കെ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത്രയും ഗതാഗത കുരുക്കം ഉണ്ടാവുകയാണ്. അവിടെയാണ് മെട്രോ പോലെയുള്ള സംവിധാനങ്ങളുടെ ഗുണം നമുക്ക് അനുഭവപ്പെടുക. നമുക്ക്